അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു ലോ ബഡ്ജറ്റ് വണ്ടികൾ കൊണ്ട് ആറാട്ടാണ് ഇവിടെ 2.25 കൊടുക്കാം. 2ന്റെ മേലേക്ക് ലോണും കൊടുക്കാം. അത് എത്ര വേണമെങ്കിലും കൊടുക്കാം. എത്ര കൊടുക്കാം? 2 വരെ 2.10 ഒക്കെ കൊടുക്കാം. ഏകദേശം ഒരു 10,000 വണ്ടി ഇറക്കാം. 2012 മോഡൽ വണ്ടി എന്ത് വിലക്ക് കൊടുക്കാം? 1,65,000 കൊടുക്കാം. 1,65 കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കട്ടോ. എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം. ഇനെന്താ വില പറഞ്ഞേ? 55,000. 55,000 രൂപയ്ക്ക് 2005 മോഡൽ MPFI വണ്ടി കിട്ടും കേട്ടോ. ഇതിന് 3,00,000 രൂപ ലോണും കിട്ടും. ഫുൾ ലോൺ കിട്ടും. ലോൺ കിട്ടും വണ്ടി. 1 രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് ഒരു ഡസ്റ്റർ വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ കേട്ടോ. 85,000 രൂപയ്ക്ക് 2006 മോഡൽ വണ്ടി. 70,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 3,60,000 അല്ലേ? 3,60,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. കിടക്കുമ്പോൾ ഇവിടെ ഒരു 6 നാനോ നിരന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ്? 45,000 കൊടുക്കും. കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഈ കാണുന്നത് മുഴുവൻ നിങ്ങൾക്ക് തരാനുള്ള വളരെ ലോ ബഡ്ജറ്റിലുള്ള ഏകദേശം ഒരു 10-30ഓളം വണ്ടികൾ ഇന്നിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിലും കുറഞ്ഞ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയധികം വണ്ടികൾ ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. ഞാനെന്നുള്ളത് നമ്മുടെ മെട്രോ കാർസിലാണ് കേട്ടോ. മെട്രോ കാർസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വൈലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഷെബീബൊക്കെയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ഒരുപാട് കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പെങ്ങാനുമാണ് ഇവിടെ ഒരു വീഡിയോ ചെയ്തത് അല്ലേ? അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം അത്രയും ലോ ബഡ്ജറ്റ് വണ്ടികളുമാണ്. ഇത് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈലത്തൂർ തന്നെയാണ്. വൈലത്തൂരിൽ നിന്ന് വളാഞ്ചേരി റോഡ്, വളങ്കാട് എന്ന് പറഞ്ഞ സ്ഥലം. അതെ അല്ലേ? വൈലത്തൂരിൽ ഒരു 1/2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. പുത്തനത്താണി റോഡ്. പുത്തനത്താണി റോഡിൽ ആ മെയിൻ ടൗണിൽ നിന്ന് അത്രേ ദൂരം ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഞെട്ടിക്കല്ലേ ലോ ബഡ്ജറ്റ് വണ്ടികൾ? ലോ ബഡ്ജറ്റ് വണ്ടികളാണ് നമ്മളെടുത്തുള്ള അധികം. അതെ. ഏകദേശം എന്ത് ബഡ്ജറ്റിലാണ് എല്ലാം വരുന്നത്? നമുക്ക് 60,000 രൂപ മുതൽ അൾട്ടോകളുണ്ട്, 45,000 മുതൽ നാനോകളുണ്ട്, അൾട്ടോ 2,00,000 രൂപ ആ റേഞ്ചിലുള്ള വണ്ടികളുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് എന്തായാലും വണ്ടികളൊന്ന് കണ്ടിട്ട് വരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഇതുമ്പോൾ അങ്ങ് തുടങ്ങിയാലോ? അതെ. ആദ്യത്തെ വണ്ടി അൾട്ടോ 800 ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകും, കാരണം നമുക്ക് ഒരുപാട് വണ്ടി കാണിക്കാണ്ടല്ലേ. ഇത് ശരിക്കും ഇപ്പോൾ ഏതാ മോഡലൊക്കെ? 2016 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 16 മോഡലില് സെക്കൻഡ് ഓണർ 75,000 കിലോമീറ്റർ ഒക്കെ ആണോ? ജെനുവിൻ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്. ഫ്രണ്ട് 2 ടയർ, 4 ടയറും ഉണ്ട് അല്ലേ? ഏകദേശം ഫുള്ള് തന്നെ പറയാം കേട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള വേറെ അപകടങ്ങളൊന്നുമില്ല, കണ്ടൊന്നുമില്ല. ചെറിയ ടച്ചപ്പ് ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിലൂടെ ഓടുന്ന ഒരു വണ്ടിയാകുമ്പോൾ ടച്ചപ്പ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും 2016 മോഡൽ എന്താ വില വരുന്നത്? നമുക്ക് 2,00,000 രൂപ, 2,50,000 രൂപ. അതായത് 2016 വണ്ടിയാണ് ആലോചിക്കട്ടെ. 2,00,000 രൂപ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ലോൺ എത്ര വരും? ലോൺ 2,10 വരെ ലോൺ കൊടുക്കും. 2,10 വരെ ഒരു 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ വണ്ടി കൊടുക്കാം അല്ലേ? ഇനി ഈ റെഡിഗോ ആണെങ്കിലോ? റെഡിഗോ 2017-18 രജിസ്റ്റർ വണ്ടിയാണ്. മോഡൽ കൂടിയ വണ്ടിയാണ്. ഇത് 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ 40,000 ജെനുവിൻ കിലോമീറ്റർ. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് എന്തെങ്കിലും ഒന്നുമില്ല, ഒരു അപാകതയില്ല, ഒന്നുമില്ല അല്ലെ? നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതുപോലെ ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. ഇത് 2,25,000 രൂപ കൊടുക്കാം. 2,25,000 കൊടുക്കാം. 2ന്റെ മേലേക്ക് ലോണും കൊടുക്കാം. അത് എത്ര വേണമെങ്കിലും കൊടുക്കാം. 2 വരെ 2,10 ഒക്കെ കൊടുക്കാം. ഏകദേശം ഒരു 10,000 രൂപ വണ്ടി ഇറക്കാം. പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. അത് നമ്മൾ നോക്കി പറയുന്നില്ല, നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളൂ. എന്തായാലും 2,25,000 രൂപയ്ക്ക് 2017 വണ്ടി, 18 രജിസ്റ്റർ സിംഗിൾ ഓണർ വണ്ടി കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ഓക്കെ. ഇനി ഇതാണെങ്കിലോ? ഈ ഇയോൺ 2012 മോഡലാണ്. AC പവർ സ്റ്റാറിംഗ് മാത്രം, വിൻഡോ ഇല്ലാത്ത വണ്ടിയാണ്. ഇത് നമുക്ക് 1,65 കൊടുക്കാം. ഇത് 2017 മോഡൽ, 12 മോഡലാണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. 12 എന്തായാലും കണ്ടാ പറയില്ല. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു വൃത്തിയുള്ള കണ്ടീഷൻ. ഇനി 2012 മോഡൽ വണ്ടി എന്ത് വിലക്ക് കൊടുക്കാം? 1,65,000 രൂപ കൊടുക്കാം. 1,65 കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കട്ടോ. ഒരു 1,40, 1,30, 1.5 നല്ല പാർട്ടിയാണെങ്കിൽ 1,50,000 വരെ ലോൺ കിട്ടും. പിന്നെ നമ്മൾ ഈ പറയുന്ന വിലകളൊക്കെ നെഗോഷ്യബിളും കൂടിയല്ലേ? ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു
കൊടുക്കാം നമുക്ക്. മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ ഒരു പറയുന്നത്. ഫുൾ ടാങ്ക് എണ്ണ അടിക്കാനുള്ള പൈസയിൽ നമുക്ക് ചെയ്യാം, അത് കൊടുക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇയോൺ വേണ്ടവര്. അടുത്തതായിട്ട് കുറച്ച് പഴയ മോഡൽ ഒരു ഡിസയർ കാണിച്ചു തരാം. ഡിസയർ പെട്രോൾ ആണോ? പെട്രോൾ ആണ്, 2011 മോഡല് ZXi വണ്ടിയാണ്. ZXi അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ ഇത് എത്ര ഓടിയിട്ടുണ്ട്? പെട്രോൾ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഇത് മോഡൽ ഏതാ പറഞ്ഞേ? 2011. 4 ടയർ പുതിയതാണ്. അലോവീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോവീലൊക്കെ അന്ന് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുമല്ലേ? അതെ 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 അതെ. ZXi അത്യാവശ്യം ഇത് ടയർ ഫുൾ ടയർ ഉണ്ടല്ലോ. 4 ടയർ ഫ്രഷ് ആണ്. അതെ അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ ആണല്ലേ? ഇത് നമുക്ക് 11 മോഡല് ഒന്നിനുള്ളിൽ ഓടിയ വണ്ടി എത്ര കൊടുക്കാം? 260 ആണ്. 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 ലക്ഷം രൂപ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ലേശം പഴയ മോഡൽ വണ്ടികളാണ്. എല്ലാം മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അല്ലേ? എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരും. 2.5 ലക്ഷം രൂപയ്ക്ക് 11 വണ്ടി കിട്ടും, മാക്സിമം ലോണും ചെയ്യും അല്ലേ? ഇനി ഇതാണെങ്കിലോ? ഇത് 2007 മോഡല് 2008 മോഡലാണ്. 8 മോഡല് VDI വണ്ടിയാണ്. VDI ഡീസൽ ആണല്ലേ? ഡീസൽ ആണ്. എത്ര ഓടി? പുതിയ പേപ്പറാണ്. 1.30 ഓടിയിട്ടുണ്ട്. 28 വരെ എല്ലാ പേപ്പറും ഉണ്ട്. പേപ്പറുണ്ട്. ഈ 1.30 ഒക്കെ ജെനുവിനാന്ന് പറയാൻ പറ്റുമോ? കിലോമീറ്റർ അതൊക്കെ പറയാം. കുഴപ്പമില്ല. തിരൂർ വണ്ടിയല്ലേ? അതെ അതെ അതെ. പിന്നെ മെയിൻ ക്ലാസ്സിൽ ഒരു പൊട്ട് വരണ്ട്. അതെ. അത് നമ്മൾ മാറ്റി കൊടുക്കുവോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇന്ന് ചെയ്ത് കൊടുക്കാം. മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇത് ഇപ്പൊ നമുക്ക് എന്താ വില വരുന്നത്? 1,75,000 രൂപ കൊടുക്കാം. 1,75,000. 2008 VDI ആണ്. അത്യാവശ്യം വൃത്തിയുണ്ട് വണ്ടി കാണാനൊക്കെ. പിന്നെ ആ വിലക്കുള്ള വണ്ടിയാണ്. ആ വിലക്കുള്ള വണ്ടി ക്വാളിറ്റി അതാണ് നമ്മൾ ഒക്കെ ലോ ബഡ്ജറ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇതാണെങ്കിലോ മാരുതി? ഇത് മാരുതി 2005 MPFI ഇഞ്ചിനാണ്. 55,000 രൂപ കൊടുക്കാം. 55,000. 2005 മോഡൽ MPFI ആണ്. പേപ്പറൊക്കെ ഉണ്ടല്ലോ? പേപ്പറൊക്കെ ഉണ്ട്. 25 വരെ കാണിച്ച വണ്ടിയെല്ലാം ഫുള്ള് പേപ്പർ ക്ലിയർ. ഓക്കെ, ഫുള്ള് പേപ്പർ ക്ലിയറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല കേട്ടോ, അത്യാവശ്യമുണ്ട്. കൊണ്ടുപോകുന്ന ഒരാൾ പെട്ടെന്നൊരു പണി എടുക്കണ്ടെന്ന് തോന്നുന്നു ബോഡിയിൽ. എഞ്ചിൻ എന്താ സ്ഥിതി? എഞ്ചിനൊക്കെ നല്ല എഞ്ചിനാണ്. MPFI ആയതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നതാണല്ലോ പറയുന്നത്. എഞ്ചിനാണ് ഇപ്പൊ നമുക്ക് അറിയാത്തുള്ളൂ. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇനെന്താ വില പറഞ്ഞേ? 55,000 രൂപ. 55,000 രൂപയ്ക്ക് 2005 മോഡൽ MPFI വണ്ടി കിട്ടും കേട്ടോ. ഇനി ഒരു ഡസ്റ്റർ ഉണ്ടല്ലോ. ഡസ്റ്റർ 2013 മോഡലാണ്. 13 ആണ്. 13 1 ടൺ ആണ്. 1 ടൺ ആണ്. പവർ ഉണ്ടാവും, കുറച്ച് മൈലേജ് 85 കുറച്ച് കുറയും. വണ്ടി പവറുള്ള വണ്ടിയാണ്. പവർ ഉണ്ടാവും. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓടിയുണ്ട്? അത് 1.30. ജെനുവിൻ ആണോ? ജെനുവിൻ ആണ്. ഇന്ത്യയിൽ ഒന്നും മോശമില്ല. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലൈവില് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം മോശമില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി വൈസ് കാര്യമായ സ്ക്രാച്ചസോ ഡെന്റോ ഒന്നും കാണുന്നില്ല. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? 3.60 കൊടുക്കാം. 3.5 ലക്ഷം രൂപ ലാസ്റ്റ് കൊടുക്കാം. നമുക്ക് 3.5 ലക്ഷം രൂപ 3,50,000 രൂപയ്ക്ക് ഫൈനൽ നിങ്ങൾക്ക് തരും. ഇതിന് 3.5 ലക്ഷം രൂപ ലോണും കിട്ടും. ഫുൾ ലോൺ കിട്ടും. ലോൺ കിട്ടും വണ്ടി. 1 രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് ഒരു ഡസ്റ്റർ വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഒരു ലോ ബഡ്ജറ്റിൽ അൾട്ടോ ഉണ്ടല്ലോ. അൾട്ടോ 2006 മോഡൽ LXi വണ്ടിയാണ്. 2006 പവർ സ്റ്റാറിംഗ് ആണ്, വർക്കിംഗ് ആണ്, ഫുള്ള് പുതിയ പേപ്പറും ആണ്. അതെ അല്ലേ? എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം എന്താ പറയുക, ക്വാളിറ്റി ഉള്ള വണ്ടി. വൃത്തിയുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി. എഞ്ചിനൊക്കെ പക്ക. ഈ പഴയ വണ്ടിയിൽ കിലോമീറ്റർ ഞാൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ വണ്ടീന്റെ എഞ്ചിൻ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എടുക്കുക. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 85,000 രൂപ കൊടുക്കാം. 85,000 രൂപയ്ക്ക് 2006 മോഡൽ വണ്ടി. പ്രൈസ് നെഗോഷ്യബിൾ ആക്കി കൊടുക്കണം. ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ അൾട്ടോ ആണെങ്കിലോ? അത് 2010 മോഡലാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ലിമിറ്റഡ് എഡിഷൻ വരുന്ന വണ്ടി. 2 വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. പവർ വിൻഡോ വരും. പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. കമ്പനിയിൽ പവർ വിൻഡോ വരുന്നതാണ്. ഒരു ലിമിറ്റഡ് എഡിഷനിൽ ഒരു വണ്ടി വരുന്നതാണ്. അതെ അല്ലേ? ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് കാണുന്നതെന്ന് വേണേ പറയാം. കമ്പനി ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ വേറെ വരുന്നതാണ്. അതേമാതിരി ഡാഷ്ബോർഡ് ഒക്കെ കളർ ചേഞ്ച് ചെയ്തൊക്കെ. ഇത് 9 അല്ലേ മോഡൽ? 10 മോഡലുണ്ട്. അതെ അതെ. അപ്പൊ പവർ വിൻഡോസ് 2 വരുന്ന പഴയ മോഡൽ അൾട്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്ന സാധനമാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോ എത്രയാ? 1.30 അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? അത് 1,25,000 രൂപ കൊടുക്കാം. 2010 വണ്ടി. അത് നെഗോഷ്യബിൾ ആയൂലേ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ആണ് നമ്മൾ കുറച്ചിട്ടാണ് പറയുന്നത്. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് അൾട്ടോ കേട്ടനാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കേട്ടൻ AMT വരും. ഇത് മോഡൽ ഉണ്ടാവുമല്ലോ. 2016 മോഡലാണ്. 16 ആണല്ലേ? 2016 മോഡല്.
ഇത് ഓട്ടോമാറ്റിക് 75,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അതെ അല്ലേ. ഇത് നമുക്ക് 3,65,000 രൂപ കൊടുക്കാം. അതായത് 2017 16 മോഡൽ. 16 മോഡൽ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ക്ലീൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് കിലോമീറ്റർ എത്ര പറഞ്ഞേ? 70,000 ജെനുവിൻ ആണ്. ഓക്കെ, 70,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 3,60,000 അല്ലേ? 3,60,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. നെഗോഷ്യബിൾ അല്ലേ? എന്തെങ്കിലും ചെയ്യാം. മാക്സിമം ലോണും കയറില്ലേ? ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും 2.5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം അല്ലേ? എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു ലോ ബഡ്ജറ്റ് വണ്ടികൾ കൊണ്ട് ആറാട്ടാണ് ഇവിടെ. അപ്പൊ അടുത്ത ലോ ബഡ്ജറ്റ് വണ്ടി സെൻ ആണ് കേട്ടോ. സെൻ ഏതാ മോഡൽ? സെൻ 2005 മോഡൽ VXI വണ്ടിയാണ്. VXI അതായത് 2 ഡോർ വിൻഡോ വരും. 2 ഡോർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ്, ബാക്ക് വൈഫർ ഒക്കെ വരുന്ന വണ്ടിയാണ്. എല്ലാം വരും അല്ലേ? അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ ഒക്കെ. കമ്പനി വന്ന സീറ്റ് അല്ല, കമ്പനി സീറ്റ് കവറാണ്. 2005 മോഡൽ. എത്ര 25 വരെ എല്ലാ പേപ്പറും ഉണ്ട്. ഓട്ടോ കുന്നിന്റെ മേലെ ഓടിയിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കിക്കോട്ടെ. എഞ്ചിൻ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു അപാകതയില്ല. റീപ്ലേസ്മെന്റും ഇല്ല. മേജർ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതെന്താ വില വരിക? ഇത് നമുക്ക് 75,000 രൂപ കൊടുക്കാം. 75,000 രൂപയ്ക്ക് 2005 വണ്ടി. പ്രൈസ് നെഗോഷ്യബിൾ ആണ്, നിങ്ങൾക്ക് കുറച്ച് തരും. ഇനി ഈ മാരുതി 800 ആണെങ്കിലോ? ഇത് 2001 പഠിക്കാൻ പറ്റിയ വണ്ടിയാണ്. 40 രൂപ കൊടുക്കാം. 2001 വണ്ടി അല്ലേ? അത് പഴയ ഷേപ്പിലുള്ള വണ്ടിയാണ്. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പഠിക്കാനൊക്കെ പറ്റിയ കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമില്ല. കിലോമീറ്ററും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് നമ്മൾ എത്രയാണ് വില പറഞ്ഞേ? ഇത് 40,000 രൂപ 40,000 രൂപ അല്ലേ? എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇവിടെ ഒരു 800 കൂടി ഉണ്ടല്ലോ. ഇത് 2007 മോഡലാണ്. 2007 MPF ഇഞ്ചിനാണ്. AC വണ്ടിയാണ്. AC ആണ് അല്ലേ? ഇത് 80,000 രൂപ കൊടുക്കാം. 80,000 എത്ര? 2007 അല്ലേ? മെയിൻ ഗ്ലാസിന് ഒരു പൊട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി തരും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ്മെന്റിൽ നടക്കൂലേ? ഇന്റീരിയർ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പഴയ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി എല്ലാ വണ്ടിക്കും ഉണ്ടാവുള്ളൂ. നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ഈ ഒരു SX4 ആണെങ്കിലോ? XS4 ഡീസൽ VDI 2011 മോഡൽ വണ്ടിയാണ്. VDI ആണല്ലേ? അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. സ്വിഫ്റ്റിന്റെ ഒക്കെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നിറച്ച് സ്ക്രാച്ചസ് വൃത്തിയായി കൊടുക്കാം അല്ലേ? അത് ഒന്നാമത് ഈ ഒരു കളറും കൂടി ആയതുകൊണ്ട് സ്ക്രാച്ച് കൂടുതൽ കാണുന്നുണ്ട്. ഇത് VDI ആണല്ലേ? VDI ആണ്. എന്റെ ഇന്റീരിയർ ഒരു വേറെ ലെവൽ ഇന്റീരിയർ ആട്ടോ. പഴയ മോഡൽ ഒരു സീറ്റ് കവർ ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട് അല്ലേ അത്? ഇത് എന്ത് വില വരും? ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2011 വണ്ടി അല്ലേ? മോഡലുള്ള വണ്ടിയാണ്. 2 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയ ഒരു സെഡാൻ വണ്ടി കിട്ടും. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്. ഒരു 60% കൂട്ടിയാൽ മതി. എടുക്കുക, നല്ലോണം ചെക്ക് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്തോളൂ. ഇനി ഇതാണെങ്കിൽ ഈ 2009 മോഡലാണ്. 2009 ആണ്. അത് 1 ലക്ഷം രൂപ കൊടുക്കാം. 2009 മോഡൽ ആയിട്ട്. പക്ഷെ ഇത് ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറി നല്ല വൃത്തിയാക്കിയ വണ്ടിയാണ്. അതെ. ഇന്റീരിയറും എക്സ്ട്രാ നീറ്റ് ആണ്. സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കിലോമീറ്റർ ഒക്കെ നിങ്ങൾ വന്ന് നോക്കി ചെക്ക് ചെയ്ത് എടുത്താൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞു, എഞ്ചിൻ കണ്ടീഷനൊക്കെ നിങ്ങൾ വന്ന് വരിക, നോക്കുക, താല്പര്യമുള്ളവർ, എന്നിട്ട് മാത്രം എടുക്കുക. നമ്മൾ ഏതൊക്കെ വണ്ടികൾ ലോ ബഡ്ജറ്റ് എത്രയാണ് ഉണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആണ് കാണിക്കുന്നത്. 90 രൂപ അല്ലേ? 1 ലക്ഷം രൂപ. ഇതിനൊക്കെ ലോൺ കയറും നമുക്ക്? ലോണ് സേട്ടൊക്കെ ഒരു 10-50-60 രൂപ കിട്ടും അല്ലേ? പരമാവധി സേട്ട് ലോണൊക്കെ എടുക്കാതിരിക്കട്ടെ, അത് എപ്പോഴും സേഫ് അതാണ്. പിന്നെ ഈ കാണിച്ച വണ്ടികളൊക്കെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ലോണിന്റെ കാര്യത്തിലൊന്നും ഉറപ്പില്ല. ഒരു 11-12 മേലേക്കുള്ള വണ്ടിക്കൊക്കെ ലോൺ കിട്ടുള്ളൂ. പിന്നെ ഇവർ വണ്ടി ഇട്ടിരിക്കുന്ന അത്രയും കൺജസ്റ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ മേലെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫോട്ടോയും ഡീറ്റെയിൽ കംപ്ലീറ്റ് സാധനം അയച്ചു തരും കേട്ടോ. ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ. ഇനി ഇവിടെ ബാക്കോട്ട് വരുമ്പോൾ അൾട്ടോകൾ ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ? അൾട്ടോ ഉണ്ട്. ലോ ബഡ്ജറ്റ് അൾട്ടോകൾ ഒരുപാടുണ്ട്. ഇത് ഏതാ മോഡല്? 2010 വണ്ടി. 10 ആണ്. 10 ഓട്ടോ ഒന്നും പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പേപ്പറൊക്കെ ഉണ്ടാവും. പേപ്പറൊക്കെ 25 ഉണ്ടല്ലോ അല്ലേ? ഇത് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല. ചെറിയ പെയിന്റ് ടച്ചപ്പ് ഇതൊക്കെ ഉണ്ടാവും. നോർമലി വരുന്ന സംഗതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഓടുന്ന വണ്ടിയാണല്ലോ എന്തായാലും. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ വരും. ഇതും ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയുണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1,20,000 കൊടുക്കാം. 1,20,000. ഓക്കെ, 2010 വണ്ടി 1,20,000. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2008 മോഡൽ തന്നെയാണ്. ഇത് ഡീസൽ തന്നെയാണ്? ഡീസലാണ്, VDI ആണ്. ഇത് നമുക്ക് 1,75,000 ലാസ്റ്റ് കൊടുക്കാം. 2008 അല്ലേ? പേപ്പറൊക്കെ പുതിയ 28 വരെ എല്ലാ പേപ്പറും ഉണ്ട്. പിന്നെ VDI ആണ്, ഡീസലാണ്. എഞ്ചിനൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. വണ്ടി ഓവറോൾ മോശമൊന്നുമില്ല. 1,70,000 പിന്നെ ഇതിൽ കൂടുതലുള്ള അല്ലേ?
ഓക്കെ, നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇതൊക്കെ ഒന്ന് വന്ന് നോക്കിക്കോളൂ. അത് ലോ ബഡ്ജറ്റിൽ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം കണ്ടാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്ക ആണെങ്കിലും ഇൻഡിക്ക വിസ്ത കോട്രാജെറ്റ് ആണ്. ഇത് 2011 മോഡലാണ്. ഇത് ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് കേട്ടോ. അതെ അതെ അതെ, 11 മോഡല് ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണോ? അല്ല, AC പവർ സ്റ്റാറിംഗ് മാത്രം. വിൻഡോസ് ഇല്ല. ഇല്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. 150 ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നീറ്റുള്ള വണ്ടിയാണ്. അതെ അല്ലേ? എഞ്ചിൻ പരമായിട്ടൊക്കെ ഒന്നുമില്ല, മേജർ ഇതൊന്നുമില്ല. നേരത്തെ കാണിച്ച സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിനാണ്, ഒരു വ്യത്യാസമില്ല. അതെ അതെ, സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല. പിന്നെ വില എത്ര പറഞ്ഞേ? വില നമുക്ക് ഒരു 1.10 കൊടുക്കാം. 1.10, 1,10,000. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വലിയ വണ്ടിയാണ് കേട്ടോ. നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇനിയിപ്പോ ഈ ഒരു ബീറ്റ് കാണിച്ചു കൊടുത്താലോ നമുക്ക്? ബീറ്റ് 2012 മോഡൽ ബീറ്റാണ്. 12 ആണ്. 2012 ഇതിന്റെ ഓട്ടോ ഒക്കെ എത്രയാ? ഓട്ടം 1.30 ഓടിയിട്ടുണ്ട്. ഡീസൽ അല്ലേ? ഡീസലാണ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമുക്ക് 1 ലക്ഷം റുപ്യ കൊടുക്കാം. 1 ലക്ഷം റുപ്യക്ക് അല്ലേ? അതായത് 2012 മോഡൽ ബീറ്റ് ആണ്. മെയിൻ ഗുണം മൈലേജ് ഉണ്ടാവും. എഞ്ചിൻ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം മതി. ബീറ്റ് ആയതുകൊണ്ട് നമ്മളാരും ഇതാക്കണില്ല, നിർബന്ധിക്കുന്നില്ല. വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് ഇഞ്ചക്ടറും ടർബോയും ആണ്. ആ രണ്ട് കംപ്ലൈന്റ് എഞ്ചിന് വരാനുള്ളൂ. അത് നിങ്ങൾ ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി. ചില വണ്ടികൾ നല്ല സൂപ്പർ ആയിട്ട് ഓടുന്നുണ്ട്. അതെ അതെ, നല്ലത് കിട്ടും അല്ലേ? അതെ അതെ, കിട്ടും. ഇതിപ്പോ നമ്മൾ ബീറ്റിന് എന്താ വില പറഞ്ഞേ? ഇത് 1 ലക്ഷം റുപ്യ കൊടുക്കാം. 1 രൂപ ഒക്കെ ചോദിച്ചാണ്, ഓഫർ കൊടുത്തു ഒഴിവാക്കാണ്. 1 ലക്ഷം റുപ്യൊക്കെ നമുക്ക് കൊടുക്കാം. ബീറ്റ് 1 ലക്ഷം രൂപയ്ക്ക് 2012 വണ്ടി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അൾട്ടോ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അൾട്ടോ കാണിച്ച് ഞാൻ മടുത്തു. ഈ നീല അൾട്ടോ ഏതാ മോഡല്? അത് 2008 മോഡൽ വണ്ടി. 2008 ആണ്. 2008 കിലോമീറ്റർ ഒക്കെ എന്തായാലും ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട്. അതെ അതെ, പേപ്പറൊക്കെ ഉണ്ടല്ലോ. പേപ്പറൊക്കെ ഫുള്ള് പുതിയ 28 വരെ എല്ലാ പേപ്പറും ഉണ്ട്. പിന്നെ ഇന്റീരിയർ സീറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. 8 മോഡൽ ഈ വണ്ടി നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 85,000 റുപ്യ കൊടുക്കാം. 85,000 രൂപ. ഓക്കെ, 85,000 രൂപയ്ക്ക് 2008. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല കേട്ടോ. എല്ലാം കമ്പനി സാധനം തന്നെയാണ്. ഇത് ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ. 85,000. ഇതിനൊക്കെ ലോണിന്റെ കേസ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ, നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വണ്ടികളും കൂടി കിടക്കുന്നുണ്ട്. അതും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിക്കാം. ഈ വാഗണർ പഴയ മോഡൽ 2007 മോഡലാണ്. 2007 ആണ്. 2007 കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട്. 1.28 ഓടിയിട്ടുണ്ട്. ഫുള്ള് പേപ്പർ പുതിയത് ഇതുണ്ട്. 28 വരെ പേപ്പർ ഉണ്ടാവും. 27 വരെ പേപ്പർ ഉണ്ടാവും. എസിയും പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. പവർ വിൻഡോസ് ഒന്നും വരില്ലല്ലോ. LXI വണ്ടിയാണ്. ഓവറോൾ ഒരു എന്താ പറയാ ആവറേജ് വണ്ടിയാണ് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ കുറവാണ്, നിങ്ങൾ കാണേണ്ടി വരും. ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ല, വൃത്തിയുണ്ട്. എസിയും പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണല്ലോ. ഓക്കെ, ഇത് നമുക്ക് എന്താ വരുന്ന വില? 1.10 കൊടുക്കാം. 1,10,000. 1,10,000 രൂപയ്ക്ക് 2007 മോഡൽ LXI വാഗണർ വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒരു ഫിയസ്റ്റ 2007 മോഡലാണ്. ഇതൊക്കെ 75,000 റുപ്യ കൊടുക്കാം. 2007 മോഡൽ ഫിയസ്റ്റ 75,000. ഡീസൽ വണ്ടി. ഇത് ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതിന്റെയൊക്കെ ഇത് പക്കായിട്ട് വർക്കിംഗ് ആണല്ലോ? മെക്കാനിക് ഒക്കെ ഓക്കെയാണ്. പുറത്തുള്ള ഈ കാണുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ. മെയിൻ ഗ്ലാസിന് പൊട്ടുണ്ട്, മെയിൻ ഗ്ലാസ് മാറണം. അതുപോലെ തന്നെ ഇന്റീരിയർ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ആവറേജ് ആണ്. അതെ അതെ, ഇതിന് 75,000 രൂപ. ഓക്കെ, 75 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫിയസ്റ്റ ആണെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിയസ്റ്റയും കൂടി ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി വൃത്തിയുണ്ട്. 2010 മോഡലാണ്. ഫിയസ്റ്റ 10 ഇതൊക്കെ എത്ര ഓടി ഉണ്ടാവും എന്തെങ്കിലും ഐഡിയ? ഒന്നിന്റെ മേലെയാണ് കാണുന്നത്. 1.30, 1.40 ഒക്കെയാണ്. ആണല്ലേ? പിന്നെ പഴയ വണ്ടികളല്ല. കിലോമീറ്ററിലൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തരുന്നു. അത് ആ കണ്ടീഷനിൽ, കണ്ടീഷനിൽ എടുക്കുക. മാക്സിമം ഒരു അറിയുന്ന ആളെ കൊടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോ ഷോറൂമിലോ എങ്ങനെ വേണേലും ചെക്ക് ചെയ്തോ, അത് പ്രശ്നമില്ല. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പൊ അതെല്ലാം ആ രീതിക്ക് കാണുക, ആ രീതിക്ക് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക. ഇതിന് 10 എന്താ വില വരുന്നത്? 1,20,000 കൊടുക്കാം. 1,20,000 രൂപ കൊടുക്കാം. നെഗോഷ്യബിൾ ആവില്ല? നല്ല വണ്ടിയാണ്. നെഗോഷ്യബിൾ ആവില്ല? അത്യാവശ്യം കുറച്ച് നല്ല വണ്ടിയാണ്. നെഗോഷ്യബിൾ ആവില്ല? എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാൻ മതി. പറഞ്ഞ വണ്ടികളെല്ലാം നെഗോഷ്യബിൾ ആവും കേട്ടോ. ഇനി ഈ ഇൻഡിക്ക ആണെങ്കിലോ? ഇൻഡിക്ക CS ആണ്. 2010 മോഡൽ. അതായത് പിന്നെ ഡിക്കി വരുന്ന ടൈപ്പ് അല്ലേ? ഡിക്കി വരുന്ന CS എന്ന് പറഞ്ഞ മോഡൽ. ഇതിന്റെ മെയിൻ ഗ്ലാസ് പൊട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ ഇത് ഡീസൽ വണ്ടി തന്നെയല്ലേ? ഡീസൽ വണ്ടി. ടാക്സി ഓടിയതാണോ? അല്ലല്ല, ഇത് പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് വണ്ടി. ടാക്സിയാണ് അധികം ഓടുന്നത് എല്ലാവരും. അതെ അതെ, നല്ല മൈലേജ് ഉണ്ടായതുകൊണ്ട്. അതെ അതെ, ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. പിന്നെ എന്താ വില വരുന്നത്? ഇത് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ. എന്തെങ്കിലുമൊക്കെ കുറയും കേട്ടോ പ്രൈസ്. അത് നോക്കണ്ട, പ്രൈസ് പറയുന്നൊന്നും നോക്കണ്ട. പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും ആവറേജ് ആണ്, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഇതൊക്കെ വന്നിട്ട് നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം കേട്ടോ. കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അതിനനുസരിച്ചുള്ള വിലയാണ് പറയുന്നത് അല്ലേ? നമ്മൾ എനിക്ക് തോന്നുന്നു 2.5-3.5 ഒരു വണ്ടി മാത്രമേ
കാണിച്ചത്. ബാക്കി എല്ലാം വളരെ ലോ ബഡ്ജറ്റ് ആണ്. ഇനി ഈ അൾട്ടോയും കൂടി കാണിച്ചു കൊടുത്താലോ? അത് 2006 LX വണ്ടിയാണ്. അത് 65,000 രൂപ കൊടുക്കാം. ഇത് AC ഉണ്ടാവുമോ? AC മാത്രം. പവർ സ്റ്റിയറിംഗ് ഇല്ല. 65,000. 65,000 രൂപ. 2008 2006 7ആണോ? ഒരുപാട് വണ്ടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണ്ട്. ഇതെന്തായാലും 2007 ആണല്ലേ? ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോർ അല്ല, വലിയ കുഴപ്പമൊന്നും പറയാനില്ല. വില എത്ര പറഞ്ഞേ? ഇത് 65,000 രൂപ. 65,000 രൂപയ്ക്ക് കിട്ടുന്ന വണ്ടി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ആ ക്വാളിറ്റി എന്തായാലും വണ്ടിക്ക് ഉണ്ട്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള ഒരു ഡിക്കി ഓപ്പൺ ടൈപ്പ് ഒക്കെ വരുന്ന ഒരു നാനോ നിങ്ങൾ ആരെയും നോക്കുന്നുണ്ടെങ്കിൽ ഒരു മോഡൽ കൂടിയ വണ്ടി അല്ലേ? 2017 മോഡൽ. 17. എനിക്കൊന്ന് നാനോന്റെ ലാസ്റ്റ് വണ്ടിയുള്ളൂ. ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ഇത് ഏതാ മോഡൽ? 17 60,000 ഓടിയ വണ്ടി. 60,000 സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. ഓക്കെ. ഇത് നമുക്ക് ഇപ്പോ എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1.5 ലക്ഷം രൂപ ചോദിക്കുന്നത് 45 കൊടുക്കാം. 1.45 കൊടുക്കാം. 1.45 2017 ഡിക്കി ഓപ്പൺ ടൈപ്പ് വരുന്ന വണ്ടി. നല്ല വൃത്തിയുള്ള സിംഗിൾ ഓണർ വണ്ടി. നല്ല വൃത്തിയുണ്ട്. AC പവർ സ്റ്റിയറിംഗും വർക്കിംഗ് സീറ്റ് കവറൊക്കെ പുതിയത്. ടയർ കാര്യങ്ങളൊക്കെ പുതിയതാണല്ലേ? അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വലിയ ക്രൂസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. അതായത് മോഡല് ഇത് 2011 മോഡൽ ക്രൂസ് ആണ്. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. സൺറൂഫ് വരും അല്ലേ? ഇത് ശരിക്കും 11 എത്ര ഓടിയിട്ടുണ്ട്? ഇത് എത്ര കിലോമീറ്റർ? 1.25 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിനിറ്റി ഞാൻ പറയില്ല, കാരണം ഹിസ്റ്ററി ഒന്നും കിട്ടൂല. അതൊന്നുമില്ല. പക്ഷെ വണ്ടി ക്വാളിറ്റിയാണ്. വണ്ടി കുഴപ്പമില്ല. ഇന്റീരിയർ നല്ല നീറ്റ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. എയർ ബാഗ്, ABS എല്ലാം വരും അല്ലേ? എല്ലാം വരുന്ന വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്. 60% കൂട്ടിയാൽ മതി. പിന്നെ അപാകതകളായിട്ടൊന്നും ഇല്ലല്ലോ? മേജർ അപാകതകളൊന്നും നീറ്റ് ആണ്. ഓക്കെ. പിന്നെ വണ്ടികളൊക്കെ പോകുന്നതിന് എന്തെങ്കിലും സൗണ്ട് ഒക്കെ ഉണ്ട്, ദയവായി ക്ഷമിക്കണം. റോഡിന്റെ സൈഡിൽ തന്നെയാണ്, അതുകൊണ്ടാണ്. ഇത് നമുക്ക് എന്തൊക്കെ പ്രൈസ് വരുന്നത്? 2.75 കൊടുക്കാം. 2.75 നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? 2,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2011 മോഡൽ ക്രൂസ് കൊണ്ടുപോകാം. ഇനി ഈ ഇൻഡിക്ക ആണെങ്കിലോ? ഇൻഡിക്ക TDI ആണ് 2010 മോഡൽ. ഈ TDI എന്ന് പറയുമ്പോൾ കോട്ടറജറ്റ് വരില്ല. കോട്ടറജറ്റ് അല്ല. മുമ്പ് ഇറങ്ങിയ ഒരു ഇഞ്ചിനാണ്. മൈലേജ് ലേശം കുറവായിരിക്കും. മൈലേജ് ഉണ്ടാവും. നല്ല വണ്ടിയാണ്. ഇത് 2010 നമുക്ക് 85,000 രൂപ കൊടുക്കാം. 2010 മോഡൽ. ഇത് കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളാം. ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. വൃത്തിയുണ്ട്, നല്ല വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. പേപ്പറൊക്കെ ഉണ്ടല്ലോ? പേപ്പറൊക്കെ എല്ലാ പേപ്പറും ഫുൾ ആണ്. ഓക്കെ. അപ്പൊ 2010 മോഡൽ 85,000 രൂപയ്ക്ക് ഒരു ഇൻഡിക്ക വേണമെങ്കിൽ അതും നോക്കിക്കോ. TDI എഞ്ചിൻ വരുന്നതാണ്, കോട്ടറജറ്റ് അല്ല. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ മെട്രോ കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഒരു 6 നാനോ നിരന്ന് കിടക്കുന്നത്. കൂടുതൽ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, മോഡലും കിലോമീറ്റർ മാത്രം പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് നാനോ ഇത് 2009 മോഡലാണ്. 9 AC 2 വിൻഡോ വരുന്ന വണ്ടിയാണ്. 9 2 വിൻഡോ ഒക്കെ ഉണ്ട്. ഫുൾ ലോഡ് നാനോ ഇറങ്ങിയ ഫസ്റ്റ് വണ്ടിയാണ്. അതെ 2009 മോഡലാണ്. 24-25 വരെ എല്ലാ പേപ്പറും ഉണ്ട്. ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ്? 45,000 രൂപ കൊടുക്കാം. 45,000 രൂപയ്ക്ക് 2009 വണ്ടി കിട്ടും. കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ഇത് 2015 AC പവർ സ്റ്റാറിംഗ് വരുന്ന വണ്ടിയാണ്. ഈ 15 വരുമ്പോൾ ഇത് ഡിക്കി ഓപ്പൺ വരും? ഇതിന്റെ ട്വിസ്റ്റിലേക്കാണ് വരിക. 15 മോഡല് ഡിക്കി ഓപ്പൺ വരാത്ത ടൈപ്പ്. ഇത് നമുക്ക് വില വരുന്നത്? നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക് 2015 വണ്ടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? 2014 വണ്ടിയാണ്. AC പവർ സ്റ്റാറിംഗ് വരുന്ന വണ്ടിയാണ്. ഇത് 90,000 രൂപ കൊടുക്കാം. 90,000 രൂപയ്ക്ക് 2014 വണ്ടി 90 രൂപയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ ഇനി ഈ നാനോ ആണെങ്കിലോ? 2010 ആണ്. AC വിൻഡോ വരുന്ന വണ്ടി തന്നെയാണ്. അത് നമുക്ക് 45 രൂപയ്ക്കാണ്. 45 രൂപ. അപ്പൊ 45 രൂപ 2 വണ്ടിയായിട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിലും നോക്കിക്കോളൂ. കൂടുതൽ ഇന്റീരിയറിന്റെ എക്സ്റ്റീരിയറിന്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഇക്കാനോട് ചോദിച്ചാൽ അയച്ചു തരും. 45 രൂപയ്ക്ക് 2010 വണ്ടി. ഇത് 13 പവർ സ്റ്റാറിംഗ് വണ്ടിയാണ്. 13 മോഡൽ AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. 13 മോഡൽ എന്താ വില വരുന്നത്? ഇത് 85,000 രൂപ കൊടുക്കാം. 85,000 രൂപ. 85,000 രൂപയ്ക്ക് 2013 വണ്ടി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരു നാനോയും കൂടി ഉണ്ട്. ഇതും കൂടി ഒന്ന് കാണിച്ചു. 2011 AC മാത്രം വരുന്ന വണ്ടിയാണ്. 55,000 രൂപ കൊടുക്കാം. 55,000 AC മാത്രമേ ഉള്ളൂ. ഓക്കെ. എന്തായാലും 55,000, അതായത് 45,000, 55,000, 80,000, 90,000, 1 ലക്ഷം എന്നിങ്ങനെ ബഡ്ജറ്റിലുള്ള വണ്ടി ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ മെട്രോ കാർസിൽ ഇത്രയും സമയം കാണിച്ച ഇത്രയധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഞാൻ കൂടുതലും നമ്മൾ സാധാരണ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ അല്ല നമ്മൾ കാണിച്ചിട്ടുള്ളത്. ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് മാക്സിമം വണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടി കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ലോ ബഡ്ജറ്റിന് വേണ്ടി ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ അല്ലേ? ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടികളാണ് നമ്മൾ അധികം ചെയ്യുന്നത്. അതെ. എന്തായാലും ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. തിരൂര് വൈലത്തൂര്. വൈലത്തൂര് ഒരു 1/2 കിലോമീറ്റർ കുറുങ്കാട് എന്ന സ്ഥലം. അതെ അല്ലേ? അതായത് പുത്തനത്താണിക്ക് പോകുന്ന റോഡാണ് കേട്ടോ. നിങ്ങൾ വന്നോളൂ, നേരിട്ട് വന്ന് കണ്ടോളൂ കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, പഴയ വണ്ടികളാണ്, നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. എന്തായാലും മാക്സിമം നോക്കിക്കോളൂ. നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വന്നോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു സ്റ്റോക്ക് വരുമ്പോൾ വീണ്ടും വരും. ഓക്കെ. അതുവരെ എല്ലാവർക്കും ടാറ്റ.